സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ദലിത് സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ അടൂരിനെ പിന്തുണച്ച് മന്ത്രി വി.എൻ. വാസവൻ. ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത് എന്നായിരുന്നു വാസവന്റെ പ്രതികരണം. എന്നാൽ രൂക്ഷ വിമർശനവുമായി ആർ ബിന്ദുവും രാധാകൃഷ്ണൻ എം.പിയും രംഗത്തെത്തി. കൃത്യമായ മാനദണ്ഡ പ്രകാരമാണ് KSFTC സിനിമാ നിർമ്മാണത്തിന് തുക നൽകുന്നതെന്ന് ചെയർമാൻ കെ മധു മീഡിയ വണ്ണിനോട് പറഞ്ഞു. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം അത് ചെയ്യരുതെന്നല്ലല്ലോ പറഞ്ഞത്, നിങ്ങളതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം അവർക്ക് കൊടുക്കരുതെന്നല്ല പറഞ്ഞത്, അത് കൊടുക്കുമ്പോൾ തെറ്റായ രൂപത്തിൽ പോകരുതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് വിഖ്യാത സംവിധായകൻ, നമ്മളെല്ലാം ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ അത് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ തേച്ചു മിനുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത്. അതിന് ആക്കം കൂട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വിഖ്യാത ചരിത്ര സംവിധായകൻ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ എല്ലാം സമൂഹത്തിൻ്റെ പിന്നാക്കം നിൽക്കേണ്ട അവസ്ഥ വന്നതെന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങൾക്കുണ്ട്. ആ നിലയിൽ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. സാംസ്കാരിക വകുപ്പ് നടത്തുന്ന ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സാണ്, പുരുഷ നോട്ടമാണ് എല്ലാ കാലത്തും. ഇതുവരെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അടൂർ സാറ് പറഞ്ഞതിനെ പറ്റി മന്ത്രി സജി ചെറിയാൻ അവർ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാൻ പല സിനിമകളും എടുക്കുന്നുണ്ട്. അത് അത്ര നിലവാരത്തിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം പറയുന്നത്. അല്ല, അത് മാനദണ്ഡം എങ്ങനെയാണ്? അതിന് കൃത്യമായ മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെ കൊടുക്കാൻ ഉദ്ദേശം. ഒരു മലയാള സിനിമയുടെ ഒരു ശക്തമായ മുന്നോട്ട് പോക്കിന് വേണ്ടി നടത്തിയ ഒരു കോൺക്ലേവ് കഴിഞ്ഞിട്ട് നമ്മളിരിക്കുകയാണ്. അപ്പോൾ അത് ഭംഗിയായി നടന്ന ഒരു കാര്യത്തിന് ഇനി മറ്റു കാര്യങ്ങളെപ്പറ്റി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ധീരമായ നടപടിയാണ് കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അത് ഇപ്പോൾ ഇതുവരെ കൊടുത്തതെല്ലാം അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല, അതേപോലെ തന്നെ മുമ്പോട്ട് പോകും. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, അടൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ പ്രസ്താവന, അതിനെതിരെ സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് വിമർശനങ്ങളും പ്രതിഷേധവും ഒക്കെ ഉയരുന്നതിനിടയിലാണ് മന്ത്രി വി.എൻ. വാസവൻ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് മന്ത്രിയുടെ പ്രതികരണം? ഏത് രീതിയിലാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് അടൂരിനെ? വിചിത്ര വാദമാണ് വി.എൻ. വാസവൻ പറയുന്നത് പറയേണ്ടി വരും. കാരണം അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അദ്ദേഹം SC വിഭാഗത്തിലുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കൊക്കെ സിനിമ എടുക്കാൻ അവസരവുമായി ഇവിടെ വരുമ്പോൾ, പണം നൽകുമ്പോൾ അവർ കൃത്യമായ ട്രെയിനിങ് നൽകണമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് വാസവൻ പറയുന്നത് ആ ഒരു കാര്യം അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നുള്ളതാണ്. ശ്രദ്ധ വേണമെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് തീർച്ചയായും അദ്ദേഹം വാസവൻ പറയുന്ന പോലെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു പ്രതികരണമായിരുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള സംഭവമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെയാണ് ഇതിനെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയും. നമുക്കറിയാം, അടൂരിനെ പോലെ വിഖ്യാത സംവിധായകനാണ്. സ്വാഭാവികമായും പല ആളുകൾക്കും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചു വരുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് മറുപടിയായി തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകുകയും ചെയ്തിരുന്നു. കൃത്യമായ മാനദണ്ഡ പ്രകാരമാണ് ഇത്തരത്തിൽ സിനിമകൾ നൽകുന്നത്. സ്ത്രീകളെയും അതോടൊപ്പം തന്നെ ഈ SC വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ
സിനിമാ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അത്ര ശ്രമങ്ങൾ നടത്തുന്നത്. അതിൽ യാതൊരു തെറ്റും സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് വാസവൻ ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അടൂരിനെ പോലുള്ള ആണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് പ്രതിരോധ കമ്മിറ്റിവാദങ്ങളിലേക്ക് പോകേണ്ട എന്ന രീതിയിലായിരിക്കാം അദ്ദേഹം അതിനൊരു ന്യായീകരണം കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അത് തീർത്തും തെറ്റായ ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം അദ്ദേഹം പറയുന്നതിൽ യാതൊരു വസ്തുതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വലിയ വിമർശനങ്ങൾ ഒക്കെ ഉയരേണ്ട ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയപ്പോൾ അതിലെ ഒരു മന്ത്രി തന്നെ ന്യായീകരിച്ച്. അതെ, അതാണ് ഏറ്റവും പ്രധാനം. സിജോയ് സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ മാതൃകയായി പെരുമാറേണ്ട ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെയൊരു പ്രതികരണം വന്നു എന്നുള്ളത് അത് നമുക്കങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും അടൂരിന്റെ വാക്കുകൾ പോലെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരു നിലപാട് തന്നെയാണ് വി.എൻ. വാസവന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വി.എൻ. വാസവനെ പിന്തുണച്ചുകൊണ്ട് ഇനി കൂടുതൽ ആളുകൾ രംഗത്ത് വരുമോ എന്നുള്ളതാണ് സംശയം. നമ്മൾ ഇന്നലെ കണ്ടതാണ് അടൂർ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ ഒരൊറ്റ വനിത മാത്രമാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ സമയത്ത് രംഗത്ത് വന്നത്. നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് സിനിമാ മേഖലയിലെ പല പ്രമുഖരും അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെയാണ് മന്ത്രിയും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മന്ത്രിസഭയിലെ പ്രത്യേകിച്ച് ബിന്ദു ഒക്കെ ഉൾപ്പെടെ ഒരു ഇതിനെല്ലാം ഉൾക്കൊള്ളാവുന്ന ഒരു ഹൃദയവിശാലത ഉണ്ടാകുന്ന ആളായിരിക്കണം അദ്ദേഹം എന്ന് എടുത്തു പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുമ്പോഴാണ് അത്തരം നിലപാടുകളെ അടൂരിന്റെ നിലപാടുകളെ വിമർശിക്കുമ്പോഴാണ് ഇത്തരം ഒരു വിചിത്ര ന്യായീകരണവുമായി വി.എൻ. വാസവൻ രംഗത്തെത്തിയിരിക്കുന്നെന്ന് സംശയമില്ല. എന്തായാലും വാസവനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരിക്കില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് നമുക്ക് മറ്റാളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രതികരണത്തിലേക്ക്.